വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? കാട് പോലെ വളർന്ന് പന്തലിച്ചിരിക്കുന്ന എൻ്റെ ഈ പുരുകത്തിനെ ഒന്ന് പറിക്കാൻ പോവുക. പറിച്ച് വരുമ്പോൾ ഞാൻ ചുന്ദരിയാവും കേട്ടോ. അല്ലെങ്കിലും ചുന്ദരിയല്ലേ? അതെ, ഓക്കെ, ശരി, വന്നിട്ട് കാണാം. വാതിൽ പഴുതിരുടെ മുന്നിൽ കുങ്കുമയോ. നടന്നു പോകുന്ന വഴിയിൽ വർത്താനം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സമയം ഞാൻ ഇൻട്രോവേർട്ടാവും. ചുറ്റും ആരെങ്കിലും കണ്ടാലോ അയ്യോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പം ഞാനിങ്ങനെ വളരെ ഡീസൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഫോൺ എടുക്കിയെങ്കിലും ഒന്നും മിണ്ടത്തില്ല. ഇൻട്രോവേർട്ട്. അങ്ങനെ കാടും പടലയൊക്കെ ഒതുക്കി ലാലെല്ലാം പാടി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ആയത്തോട്ട് ഞാൻ ഈ ഒരു വീഡിയോ വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി ഡേ ഇൻ മൈ ലൈഫ് ആവത്തില്ല. അപ്പോൾ ഇതെന്തോ ഒരു വീഡിയോ ആയിട്ട് പരിണാമിക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെപ്പോഴും വിചാരിക്കും ഞാൻ എന്നെ ഈ സെയിം സ്പോട്ടിൽ തന്നെ എപ്പോഴും ഇരിക്കുന്നത്, വേറെ എങ്ങും ഇരിക്കാനുള്ള സ്ഥലമില്ലേ? ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്താ പറയുന്ന ഒരു പവർ അങ്ങോട്ട് കയറി വരുന്നത്, വ്ളോഗ് എടുക്കാനുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പ്രകൃതി രമണീനെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ വ്ളോഗ്സിൽ ഉപയോഗിക്കുന്ന വാക്ക് പ്രകൃതി രമണിയാണ്. ബിക്കോസ് ഐ ലവ് പ്രകൃതി രമണി. ഐ ലൈക്ക് പ്രകൃതി രമണി. പച്ച, കടും പച്ച, ഇളം പച്ച, അങ്ങനെ എമറാൾഡ് പച്ച, അങ്ങനെ പച്ച എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു നിറമാണ്. കണ്ണിന് കുളിർമ, ഹരിത ഭംഗി, വലിയ വലിയ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഡിസംബർ തുടങ്ങിയിട്ട് 10-ാം തീയതി ആകുന്നു. ഹൗ വാസ് മൈ ഡിസംബർ മന്ത് ഏറ്റെന്ന് ചോദിച്ചാൽ നോട്ട് ബാഡ്. ഹെൽത്ത് വൈസ് പോക്കായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ദിവസങ്ങൾ ഡിസംബറിൻ്റെ കിടക്കുന്നതല്ലേ ഉള്ളൂ. സൂപ്പറായിരിക്കും, അടിപൊളിയായിരിക്കും. ഐ ട്രൂലി ബിലീവ് റെസ്റ്റ് ഓഫ് മൈ ഡേയ്സ് ആർ ഗോയിങ് ടു അടിപൊളി. നമ്മളങ്ങ് വിശ്വസിക്കണം, അടിപൊളിയാണ്, നമ്മളങ്ങോട്ട് വിശ്വസിക്കണം. അപ്പോൾ അതങ്ങനെ അടിപൊളിയാകും. അങ്ങനെയാണ് യൂണിവേഴ്സും പറയുന്നത്. നമ്മുടെ ട്രസ്റ്റ് പ്രോസസ്സ് എന്നാണല്ലോ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സാധനമാണ് ട്രസ്റ്റ് പ്രോസസ്സ്. അതികഠിനമൊക്കെ ആയിരിക്കും, പക്ഷെ ട്രസ്റ്റ് പ്രോസസ്സ്, ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി ഡാം സൂപ്പർ. നമ്മളിങ്ങനെ ഓ റിയലി ഇതിനായിരുന്നു നമ്മൾ ഇത്രയും പ്രോസസ്സിലൂടെ പൊയ്ക്കൊണ്ടിരുന്നതെന്ന് നമ്മൾ വിചാരിക്കും. ബിലീവ് മീ, ബിലീവ് യൂണിവേഴ്സ്. ultimate thing will be ultimate solution, ultimate output will be അടിപൊളി, സൂപ്പർ. നമ്മളിങ്ങനെ സർപ്രൈസ് ആവും, നമ്മൾ വലിയ ഗ്ലാഡ് ആവും. അപ്പം അയ്യോ ഇതെന്താണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയാണെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. അപ്പോൾ ഇത്രയും മോട്ടിവേഷൻ ക്ലാസ് മതി ഇന്നത്തേന്. ബൈ, പിന്നെ കാണാം. ഹലോ ഗൈസ് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ അങ്ങ് വലിഞ്ഞ് അരക്ക് പോലെ ആയിപ്പോന്നല്ലേ. ബിക്കോസ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞതിൻ്റെ അസ്കിതയാണിത്. സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഷട്ട് ഡൗൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ട് ആക്കിയിട്ട് കാണാം. ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് ഇനിയിപ്പം വ്ളോഗ് ഞാൻ എടുക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇഫ് എനിത്തിങ് ഹാപ്പൻസ്, സംതിങ് സ്പെഷ്യൽ പോകുക, ഐ വിൽ ടേക്ക്. അതർവൈസ് നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഇനിയിപ്പം വീഡിയോ കാണുക. അല്ലെങ്കിൽ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത് വേറെ ഒരു കല്യാണമൊക്കെ വരുന്നതുകൊണ്ട് മേ ബി അതിൻ്റെ വല്ലതൊക്കെ ആയിരിക്കും. ലെറ്റ്സ് സീ. ഓക്കെ, ബായ്, ടാറ്റാ. ഗുഡ് മോർണിംഗ്. എൻ്റെ കോലവും ഇരിപ്പും കണ്ടിട്ട് നിങ്ങളാരും അയ്യോ എന്ന് പറയരുത്. ബിക്കോസ് ഞാൻ എണീറ്റ് വരുന്നതേ ഉള്ളൂ.
ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എൻ്റെ ഓഫ് ഡേ ആണ്. പ്ലസ് നമുക്കിന്നൊരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. ആൻഡ് ഐ വിൽ ബ്രേക്ക് ടുഡേ ഓൾ ദി കൺവെൻഷണൽ തിയറീസ്. ബിക്കോസ് ഞാൻ ഒരുങ്ങി പിടിച്ച് പോകാതെയാണ് പോകുന്നത്. ഒരു ജീൻസ് കണി കണ്ട ബനിയൻ എടുത്തിടുക, എനിക്ക് വയ്യ. കൊല്ലത്താണ് കല്യാണം, കരുനാഗപ്പള്ളി. സോ എനിക്ക് ഒരുങ്ങി എന്തായാലും എത്ര ഒരുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പം ഞാനായതുകൊണ്ട് ഒരുമാതിരി കോലം കെട്ട അവസ്ഥയാവും. സോ ബെറ്റർ നമുക്ക് ഇവിടുന്ന് കോലം കെട്ട അവസ്ഥയിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അതാണ് പുതിയ പുതിയ എൻ്റെ ഒരു തോട്ട്സ്, എൻ്റെ ചിന്താധാര ഇപ്പം അങ്ങനെയൊക്കെയാണ്. എനിവേസ്, എത്ര മനോഹരമായ ദിവസം, എത്ര മനോഹരമായ പ്രകൃതി. അയ്യോ സമയമായി, പോട്ടെ. ഈ സൂര്യൻ്റെ വെട്ടത്തിൽ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് അതിയായ ആഗ്രഹം. വാട്ട് എ ബ്യൂട്ടിഫുൾ സൺലൈറ്റ്. എനിക്ക് രാവിലത്തെ ഈ ഇളം വെയിൽ ഭയങ്കര ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. വൈകിട്ടത്തെ സൺസെറ്റിനേക്കാളും എനിക്കിപ്പോഴും സൺറൈസാണ് ഇഷ്ടം. ഫോർ മീ സൺറൈസ് ഈസ് ബെറ്റർ ദാൻ സൺസെറ്റ്. ഐ ലൈക്ക് മോർ സൺറൈസ് ദാൻ സൺസെറ്റ്. അതാണ് ഇഷ്ടം. ദേ സൂര്യൻ. എവിടെയെങ്കിലും പോകാൻ നേരത്ത് കണ്ണാടിയുടെ ഫ്രണ്ടിൽ പട്ടിഷ കാണിക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധമായിട്ടൊരു കാര്യമാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ലിപ്സ്റ്റിക് ഒന്നും പോയില്ല. അയ്യോ, രഞ്ജിത്ത്, നീ എന്റെ വ്ളോഗിൽ കേറും. എടാ, നീ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോന്നോ എടാ, ഒരുത്തൻ ആ സീറ്റിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു. കിട്ടി. അതെ, അതൊക്കെ എപ്പോഴും എടുത്ത് അവിടെ തൊട്ട് എടുക്കുക. നീ ഉണ്ട് പപ്പടത്തിന് അതെടുക്കുന്നത് വേണ്ട. ആരെങ്കിലും പാവം ചേച്ചിമാര്. ഇതിപ്പോ ഞാൻ ഏത് പാലം ആരോടാ എന്നാ പറയുന്നേ? നീണ്ടകരയൊന്നോ? ഇതേതാ പാലം? വെള്ളം അല്ല, ഇപ്പൊ ഇതേതാ ഈ കടല്? ഹലോ എടാ, ഇത് മാൻഡ്രത്തുരുത്തിന്റെ ഭാഗമാണോ? യെസ്, മാൻഡ്രത്തുരുത്ത്. Open your 2025 Wrapped for more stories and even more surprises. Happy Wrapped! Hello everybody. Again, welcome to my video. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടല്ലോ. ഇന്നത്തെ കൊല്ലം യാത്രയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു, കുളിച്ചു. ഒരു ബോധവും പൊക്കണവും ഇല്ലാതെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്ത ഇന്നത്തെ കാര്യം. ബട്ട് ദ ഫാക്ട് ഈസ്, ഞാനൊരു മോഷൻ സിക്നെസ്സിൻ്റെ ആളാണ്. മോഷൻ സിക്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വെറും തോന്നലാണ്. യാത്ര ചെയ്യുമ്പോൾ വാൾ വെക്കണമെന്നത് വെറും ഒരു തോന്നൽ മാത്രമാണ്. അല്ല, നോ, അല്ല, അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. മോഷൻ സിക്നെസ് എന്ന് പറയുന്നത് ഒരു ട്രൂ ഫാക്റ്റാണ്. ഇറ്റ്സ് എ ട്രൂ ഫാക്റ്റ്. പോകുകയെ ഞാനിവിടെ ഒരു കാര്യം പറയില്ല. അപ്പോൾ മോഷൻ സിക്നെസ് എന്ന് പറയുന്നത് ഒരു ട്രൂ ഫാക്റ്റാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അനുഭവിച്ചവർക്കും അനുഭവിക്കുന്നവർക്കും അറിയാം. നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. വി ഫീൽ ലൈക്ക് എപ്പോഴും വാൾ വെക്കാനുള്ള ടെൻഡൻസിയാണ്. കാറ് മാറി സഞ്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുക വേണ്ട. ഈവൻ എനിക്ക് നടന്ന് എവിടെ വേണേലും പോകാം.
നടന്ന് എപ്പോട്ട് വേണേലും പോകാം. പക്ഷേ ട്രെയിൻ സഹിതം എനിക്ക് പറ്റത്തില്ല. ഞാൻ എങ്ങനെ ജീവിക്കും എനിക്കറിയത്തില്ല. ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത്രയും ഉള്ളൂ. അപ്പോൾ ഇന്ന് കൊല്ലത്ത് പോയി. കൊല്ലം വരെ അതിസാഹസികമായ ഒരു യാത്രയായിരുന്നു ചോദിച്ചാൽ അല്ല, വളരെ സുഗമമായ ഒരു യാത്രയായിരുന്നു. പറയത്തക്ക ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാകെ മൈൻഡ് ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആറ്റിങ്ങലൊക്കെ എത്തിയപ്പോഴത്തേനും പൊതുവേ സംഭവിക്കുന്ന കാര്യം എനിക്ക് സംഭവിച്ചു. ഗുളു 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 ഗുളു. ഓ, പിന്നെ ഞാൻ എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തു. ഞാൻ മൈൻഡിനെ ഇങ്ങനെ മാനസികമായിട്ട് ഫുൾ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റേ ഇപ്പോൾ എല്ലായിടത്തും കുത്തും കുഴിച്ചൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ, റോട്ടിലൊക്കെ ടേക്ക് ഡൈവേർഷൻ എന്ന് എഴുതുന്നിരിക്കുന്ന പോലെ ഞാൻ എൻ്റെ മൈൻഡിന് ടേക്ക് ഡൈവേർഷൻ എന്ന് കൊടുത്തു. മൈൻഡ് ഡൈവേർട്ടായിട്ട് വേറെ എങ്ങോട്ടൊക്കെയോ സഞ്ചരിച്ചു. ഞാൻ വളരെ ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കാറിലിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ തോന്നൽ. പക്ഷേ വളരെ വിജയകരമായിട്ട് കൊല്ലത്തെത്തുകയും കരുനാഗപ്പള്ളിയിലെത്തുകയും തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വൈകുന്നേരം 4 മണിക്ക് എത്തുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഞാൻ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുളിച്ചിട്ടും അത് മാറുന്നില്ല. കാരണം ഭയങ്കര ടയേർഡാണ്, നല്ല ടയേർഡാണ്. നാളെ ഡേ ഷിഫ്റ്റ്, രാവിലെ എണീക്കണം. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇനി ഇരുന്നാൽ നിങ്ങളെൻ്റെ വായിൽ നിന്നും അബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് കൂടുതൽ അബദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെവി കൊടുക്കണ്ട, നമുക്ക് വർത്തമാനം പറയണ്ട. എൻ്റെ വ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, അടുത്ത